കേരളത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് തന്റെ പേന ഏതെങ്കിലും വ്യക്തിക്കെതിരെ ചൂണ്ടാനുള്ള തന്റെ ഇടമുണ്ട്. കോവിഡ് കാലഘട്ടത്തില് പരിശുദ്ധ ഗംഗാ നദിയില് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നപ്പോൾ ഒരു ടെലിവിഷനിലും പത്രത്തിലും ഒരു ചിത്രവും വന്നില്ല. ഒരു പട്ടിക്കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചാല് ചത്താല് 24 മണിക്കൂറും വേണമെങ്കിൽ ലൈവ് നടത്തിക്കളയും. നൂറുകണക്കിന് മൃതദേഹങ്ങൾ. ഒരു പത്രം ദൈനിക് ഭാസ്കർ, കർണാടക അറിയാം ദൈനിക് ഭാസ്കർ, ആ പത്രത്തിന്റെ ഒരു പാവപ്പെട്ട ഒരു ലേഖകൻ എന്തോ ഇത് ശരിയല്ലോ എന്ന് വിചാരിച്ചു ഒരു ചിത്രം എടുത്തു കൊടുത്തു. ദൈനിക് ഭാസ്കറിന്റെ ഡെസ്കിലിരുന്ന ഒരു എഡിറ്റർ അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഗംഗാനദിയിൽ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം ദൈനിക് ഭാസ്കറിൽ അച്ചടിച്ചു വന്നു. തൊട്ട് പിറ്റേന്ന് ദൈനിക് ഭാസ്കറിന്റെ ഓഫീസ് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും കൂടെ റെയ്ഡ് ചെയ്തു. അതോടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ആ കിളിജാലകോടെ അടച്ചു. എന്റെ സ്നേഹിതന റൂബൻ ബാനർജി ഔട്ട്ലുക്ക് വാരികയുടെ പത്രാധിപരായിരുന്നു. കോവിഡിന്റെ 2ാം തരംഗത്തില് ദശലക്ഷക്കണക്കിന് പലായനം ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മള് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികള് അവരുടെ സ്വദേശത്തേക്ക് അവർ പോകാൻ തയ്യാറായപ്പോൾ നമ്മുടെ സർക്കാർ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് സാമൂഹ്യ കിച്ചൺ ഉണ്ട്, അടുക്കളയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പോണെങ്കിൽ പോകാം. നമ്മള് പ്രത്യേക തീവണ്ടി ഏർപ്പെടുത്തി അവരെയൊക്കെ കയറ്റി അയച്ചു. കേരളത്തിലുള്ളവര് ബാക്കി സ്ഥലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് അതിഥി തൊഴിലാളികള് പലായനം ചെയ്തു. നീരുവച്ച കാലുകള്, വിണ്ടുകേറിയ പാദങ്ങള്. അല്ല, ഒരു സംഘം ഔറംഗാബാദിൽ കാട്ടിപ്പെട്ടപ്പോൾ അവർ നോക്കുമ്പോ പാമ്പും എഴജന്തുകളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്തു? ഔറംഗാബാദില് ഒരു റെയിൽ പാളം അല്പം കാട് പിടിച്ച് കടക്കാത്തൊരു സ്ഥലം നോക്കിയപ്പോൾ റെയിൽ പാളമാണ്. അവര് 14 പേര് അവിടെ തലവെച്ച് കടന്നുറങ്ങി. രാത്രിയുടെ ഏതോ അന്ത്യാമത്തിൽ വന്നൊരു ഗുഡ്സ് ട്രെയിൻ ആ 14 തലകളെയും ഛേദിച്ച് കടന്നുപോയി. ഡൽഹിയില് ഇന്റർസിറ്റി ബസ് ടെർമിനലിൽ വന്നു ചേർന്ന ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയിട്ട് DDT പോലുള്ള വിഷദ്രാവകം തെളിച്ചവരുടെ മുകളിൽ, ജന്തുക്കളുടെ മേൽപ്പോഴും തെളിക്കില്ല. ഇവരിങ്ങ കോവിഡ് മഹാനഗരമായ ഡൽഹിക്ക് നൽകുമോ എന്ന് പേടിച്ചുകൊണ്ട് അവിടുത്തെ സിവിക് അധികൃതരെ അവരുടെ മുകളിൽ സ്പ്രേ ചെയ്തു. ആ സമയത്ത് ഈ റൂബൻ ബാനർജി എന്ന ഔട്ട്ലുക്കിന്റെ പത്രാധിപര് ഒരു കവർ പേജ് ഇറക്കി. മിസ്സിംഗ്, കാണാനില്ല ഇന്ത്യ ഗവൺമെന്റ്, കാണാനില്ല ഇന്ത്യ ഗവൺമെന്റിനെ. അതായിരുന്നു കവർ. എവിടെയാണ് ഇന്ത്യ ഗവൺമെന്റ്? കോടാനുകോടി ജനങ്ങൾ പലായനം ചെയ്യുമ്പോൾ, വീണ് മരിക്കുമ്പോൾ, ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുകുമ്പോൾ ഒറ്റയാഴ്ച കൊണ്ട് ആ മാധ്യമ പ്രവർത്തകനെ ആ സ്ഥാപനം പുറത്താക്കി. ഇതാണ് ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം 4ാമത്തെ നെടുന്തൂൺ.